മീന മറുപടിയൊന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളുടെ നേരെ നോക്കി. അവൾ കിടക്കയിലേക്ക് ചാരി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ ജാലകവാതിൽ തുറന്നു. അകത്തേക്ക് വെളിച്ചം തള്ളിക്കയറി. എന്നിട്ടും അവൾ ഉണർന്നില്ല. ശബ്ദമുണ്ടാക്കാതെ തൻ്റെ കൂടെ ചെല്ലാൻ വാൻ ഹെൽസിംഗ് ആംഗ്യം കാണിച്ചു. ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു. താമസിയാതെ ആർതറും ക്വിൻസിയും അവിടെ എത്തി. മീന പറഞ്ഞതൊക്കെ പ്രൊഫസർ അവരെ അറിയിച്ചു. അദ്ദേഹം തുടർന്നു. കാലത്ത് നമുക്ക് വാർണയിലേക്ക് പുറപ്പെടണം. ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം കൂടിയായിരിക്കുന്നു. മീന, ഹോ, അവളുടെ ആത്മാവ് നിഷ്കളങ്കമാണ്. അവൾ ഇത്രയും പറഞ്ഞത് തന്നെ വളരെയധികം വേദനയോടെയാണ്. അത് നമുക്കൊരു മുൻകരുതലുമായി. വാർണയിൽ എത്തിയാലത്തെ പരിപാടി എന്തായിരിക്കണം? ക്വിൻസി ചോദിച്ചു. ആദ്യം നമുക്ക് കപ്പലിലേക്ക് കയറി ചെല്ലാം. പെട്ടി കണ്ടെത്തിയാൽ അതിൻ്റെ മുകളിൽ ഒരു കാട്ടുപനിനീരിൻ്റെ ചില്ല ചേർത്ത് കെട്ടിവെക്കാം. അങ്ങനെ ചെയ്താൽ അതിനുള്ളിൽ നിന്ന് ഒരു ചെകുത്താനും പുറത്തു കടക്കാൻ കഴിയുകയില്ല. ഒരുപക്ഷെ ഇതൊരു അന്ധവിശ്വാസമായിരിക്കാം. പക്ഷേ ഒന്നാമതായി നമുക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മാത്രമല്ല, പണ്ടൊക്കെ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചു വരികയും ചെയ്തിരുന്നു. പിന്നീട് ആരും അടുത്തില്ലാത്ത ഒരു സന്ദർഭം കിട്ടുമ്പോൾ നമുക്ക് ആ പെട്ടി തുറക്കാം. തുറന്നിട്ട് അതെ, പിന്നീടെല്ലാം ശരിയായി. ഇല്ല, ക്വിൻസി വിളിച്ചു പറഞ്ഞു. ഞാൻ ആ പെട്ടി കണ്ടെത്തിയാൽ പിന്നെ ഒരു നിമിഷവും കാത്തു നിൽക്കുകയില്ല. അപ്പോൾ തന്നെ തുറന്ന് ആ പാതകി ശരിപ്പെടുത്തും. 1000 ആളുകൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിലും ഞാൻ കൂസുകയില്ല. അതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും ശരി. മിടുക്കൻ, പ്രൊഫസർ പറഞ്ഞു. ധീരൻ. ക്വിൻസി ആൺകുട്ടിയാണ്. കുഞ്ഞെ, കേൾക്കൂ. ഞങ്ങളും ആരും ഭയന്ന് ഒരടി പിന്നാക്കം വയ്ക്കുകയില്ല. എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന് നമുക്ക് പറയാൻ വയ്യല്ലോ. എല്ലാവിധത്തിലുമുള്ള ആയുധങ്ങളും എടുത്ത് നമുക്ക് കാത്തിരിക്കാം. സമയമായാൽ ഒരെള്ളിടയും വിട്ടുകൊടുക്കുകയും വേണ്ട. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരുമായും നമ്മെ ആശ്രയിച്ചിരിക്കുന്നവരുമായുമുള്ള എല്ലാ കാര്യങ്ങളും യഥാവിധി അവസാനിപ്പിക്കണം. കാരണം സംഗതികൾ എങ്ങനെയെല്ലാം എപ്പോഴാണ് അവസാനിക്കുകയെന്ന് ആർക്കും തീരുമാനിക്കാൻ വയ്യ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഞാൻ ശരിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി പോകാൻ ഒരുങ്ങുകയേ വേണ്ടൂ. ഞാൻ പോയി നമുക്ക് വേണ്ട ടിക്കറ്റുകളൊക്കെ വാങ്ങി വരട്ടെ. ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു. ഈ ഭൂമുഖത്ത് എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിപ്പെടുത്താൻ പോവുകയാണ് ഞാൻ. എന്ത് തന്നെ സംഭവിച്ചാലും പിന്നേക്ക് കുഴപ്പമുണ്ടാവരുതല്ലോ. കുറെ കഴിഞ്ഞ് എല്ലാം ശരിപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ മരണപത്രിക തയ്യാറാക്കി. മീനയാണ്, അതെ, അവൾ ബാക്കിയാവുകയാണെങ്കിൽ എൻ്റെ സകല സ്വത്തുക്കളുടെയും അനന്തരാവകാശി. സന്ധ്യയാവാറായി. മീന എന്തോ അസുഖം പ്രകടിപ്പിക്കുന്നു. സൂര്യാസ്തമയത്ത് മാത്രം കൃത്യമായി തുറന്നു പറയാൻ സാധിക്കുന്ന എന്തോ ഒരു വിഷമം അവളുടെ ഉള്ളിലുണ്ട്. ചുറ്റുപാടുകൾ കൂടുതൽ കർക്കശങ്ങളാവുകയാണെന്ന് തോന്നുന്നു. ഓരോ സൂര്യാസ്തമയവും സൂര്യോദയവും പുതിയ കുഴപ്പങ്ങളെയും വേദനകളെയും വഹിച്ചുകൊണ്ടാണ് പറന്നു വീഴുന്നത്. എല്ലാം ഭാവിയിലെ നന്മയ്ക്ക് വേണ്ടിയാവാൻ ഈശ്വരൻ സഹായിക്കട്ടെ. 26. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 11 വൈകുന്നേരം. ഈയിടെയായി മീനയെ സംബന്ധിച്ചിടത്തോളം ഉദയാസ്തമയ വേളകൾ ഏതോ അജ്ഞാതമായ സ്വാതന്ത്ര്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ആ സമയത്ത് അവൾക്ക് പണ്ടത്തെ പോലെ തന്നെ യാതൊരു നിയന്ത്രണവുമില്ലാതെ തുറന്നു സംസാരിക്കാൻ കഴിയുന്നു. അപ്പോൾ ബാഹ്യമായ യാതൊരു ദുഷ്പ്രേരണകളും ഇല്ലാതെയാണ് അവൾ പ്രവർത്തിക്കുന്നത്. സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നതിൻ്റെ മുമ്പും പിമ്പുമായി ഏതാണ്ട് 1 മണിക്കൂർ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. ഇന്നും സന്ധ്യയ്ക്ക് അല്പം മുമ്പായി അവൾ ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവൾ ആന്തരികമായി വളരെയധികം വിഷമം അനുഭവിക്കുന്നത് പോലെ തോന്നി. അല്പം ചില നിമിഷങ്ങൾ മാത്രമേ അവൾക്ക് സ്വയം നിയന്ത്രണം ലഭിക്കുകയുണ്ടായുള്ളൂ. അപ്പോൾ അവൾ എന്നോട് തൻ്റെ ഭർത്താവിനോട് തൊട്ടടുത്തായി അതേ സോഫയിൽ തന്നെ ചേർന്നിരിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളോടൊക്കെ കസേര കുറെ കൂടി അരികിലേക്ക് വലിച്ചിട്ട് ഇരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഇപ്പോൾ നാം എല്ലാവരും കൂടെ ചേർന്ന് സ്വതന്ത്രരായി ഇവിടെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായില്ലെന്ന് വരാം. എനിക്കറിയാം, നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ അന്ത്യം വരേക്കും അരികെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നേരം പുലർന്നാൽ നാം പോവുകയായി. അവിടെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിഞ്ഞുകൂടൂ. നിങ്ങൾ എന്നെ കൂടി കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി. പവിത്രമായ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് അപകടത്തിലാണ്.
ഒരു പാവപ്പെട്ട പെണ്ണിനെ എന്ത് ത്യാഗം സഹിച്ചും നിങ്ങൾ രക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം വിസ്മരിക്കരുത്, ഞാൻ നിങ്ങളെപ്പോലെയല്ല. എൻ്റെ രക്തത്തിൽ, എൻ്റെ ആത്മാവിൽ വിഷമുണ്ട്. അതൊരു ദിവസം എന്നെ നശിപ്പിക്കുകയും ചെയ്തേക്കും. എൻ്റെ കൂട്ടുകാരെ, ഇതൊക്കെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പക്ഷേ നിങ്ങളോ ഞാനോ അതൊരിക്കലും സ്വീകരിക്കരുത്. അവൾ ഞങ്ങളെ ഓരോരുത്തരെയും മാറി മാറി നോക്കി. ഏതാണ് ആ മാർഗം? പ്രൊഫസർ ചോദിച്ചു. നമുക്ക് സ്വീകരിക്കാൻ പാടില്ലാത്ത ആ മാർഗം ഏതാണ്? ഭയാനകമായ ആ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പായി ഞാൻ ഇപ്പോൾ തന്നെ മരിക്കുക. എനിക്കറിയാം, ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ലൂസിയുടെ ആത്മാവിനെ പവിത്രീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആത്മാവിനെയും കളങ്കത്തിൽ നിന്ന് വിമുക്തമാക്കാതിരിക്കുകയില്ല. മരിക്കാനുള്ള ഭയം മാത്രമാണ് എന്നെ തടയുന്നതെങ്കിൽ ഞാനത് ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സന്തോഷത്തോടെ നിർവഹിക്കുമായിരുന്നു. പക്ഷേ മരണം കൊണ്ട് യാതൊന്നും ആവുന്നില്ല. ഇപ്പോൾ ചില പ്രതീക്ഷകൾക്കെല്ലാം വകയുണ്ട്. മാത്രമല്ല, ഏറ്റവും ഉദാരമായ ചില കടമകൾ ഇനിയും നിർവഹിക്കപ്പെടാനുണ്ട്. ഇങ്ങനെയിരിക്കെ മരിക്കുന്നത് ദൈവത്തിന് പോലും രുചിച്ചെന്നു വരില്ല. അതിനാൽ നിത്യശാന്തത പോകാനുള്ള എൻ്റെ ആഗ്രഹം തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വരാനിരിക്കുന്ന അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുവാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടമാകെ അലൗകികമായ ഒരു പ്രശാന്ത നിശബ്ദത കളിയാടി. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം മിടിക്കുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇതാണ് എനിക്ക് നൽകാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും എന്ത് നൽകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവൻ. മഹാന്മാരായ മനുഷ്യർക്ക് അതൊരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ എനിക്കെന്താണ് തരാൻ പോകുന്നത്? അവൾ ഓരോരുത്തരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. ക്വിൻസി കാര്യം മനസ്സിലാക്കിയതുപോലെ തലയാട്ടി. അവളുടെ മുഖം തിളങ്ങി. എന്നാൽ എൻ്റെ ആവശ്യം ഞാൻ തുറന്നു പറയാം. നിങ്ങൾ ഓരോരുത്തരും എന്നോട് സത്യം ചെയ്യണം. സമയമായാൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന്. എപ്പോഴാണത്? ഇടറുന്ന സ്വരത്തിൽ ക്വിൻസി ചോദിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് തന്നെയാണ് ഉത്തമമെന്ന് ബോധ്യമാകത്തക്ക വിധത്തിൽ ഞാൻ അത്രയും മാറിക്കഴിയുമ്പോൾ. ശാരീരികമായി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും താമസിയാതെ എൻ്റെ തല വെട്ടിക്കളയണം. ഈ ഹൃദയത്തിലൂടെ ഒരു കുന്തം കുത്തിയിറക്കണം. പോരാ, എൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. ആദ്യം എണീറ്റത് ക്വിൻസിയാണ്. അദ്ദേഹം അവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പരുക്കനാണ്. ജീവിതത്തിൻ്റെ മൃദുല വശങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കാൻ എനിക്ക് സംഗതിയായിട്ടില്ല. അതിനാൽ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. അത്തരം ഒരു സന്ദർഭം എന്നെങ്കിലും വരികയാണെങ്കിൽ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് ഞാൻ തരിമ്പും വ്യതിചലിക്കുകയില്ല. എൻ്റെ ആത്മാവിൽ തൊട്ട് ശപഥം ചെയ്യുന്നു. എൻ്റെ ഉത്തമ സുഹൃത്തെ. അവളുടെ കണ്ടമിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈത്തലം ചുംബിച്ചു. പ്രിയമുള്ള മീന, ഞാൻ സത്യം ചെയ്യുന്നു, പ്രൊഫസർ പറഞ്ഞു. ഞാനും. ആർതർ. ഒടുവിൽ ജൊനാഥൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങി വീർത്തിരുന്നു. ആ മുഖം വിവർണമായിരുന്നു. ഗദ്ഗത സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, എൻ്റെ ഓമനെ, ഞാനും ഇങ്ങനെ ശബ്ദം ചെയ്യണോ? എൻ്റെ ജൊനാഥൻ, വേണം. വേദന തുളുമ്പി നിന്ന കണ്ണുകളോടെ, ഇടറിയ കണ്ടത്തോടെ അവൾ പ്രതിവചിച്ചു. അങ്ങ് മടിക്കരുത്. അങ്ങെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എൻ്റെ ജീവൻ്റെ ജീവനാണങ്ങ്. ഈ ലോകത്തിൽ എനിക്ക് അങ്ങയുടേതിൽ നിന്ന് വ്യതിരിക്തമായൊരു ജീവിതമില്ല. അങ്ങ് ഓർത്തു നോക്കൂ, ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിക്കാനായി ധീരരായ പുരുഷന്മാർ തങ്ങളുടെ പ്രേയസിമാരെ കൊല്ലേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവരുടെ കൈ വിറച്ചിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഒരു പുരുഷൻ്റെ കർത്തവ്യം മാത്രമാണത്. എൻ്റെ ദേവ, എനിക്ക് അങ്ങനെ മരിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഏറ്റവും അർഹങ്ങളായ കൈകളാലാവട്ടെ. ജൊനാഥന് വേണ്ടി ഞാൻ സത്യം ചെയ്യുന്നു, പ്രൊഫസർ പറഞ്ഞു. മീന പുഞ്ചിരി പൊഴിച്ചു. ആ മുഖത്ത് ആശ്വാസത്തിൻ്റെ അലകൾ ഉണ്ടായിരുന്നു. സോഫയിൽ ചാരിക്കിടന്നുകൊണ്ട് അവൾ തുടർന്നു. എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. ഒരു പക്ഷേ ഇത് മറ്റു കാര്യങ്ങളെപ്പോലെ പ്രാധാന്യമർഹിക്കുന്നതല്ലായിരിക്കാം. പക്ഷേ എനിക്ക് വേണ്ടി അത്രയും കൂടി ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആരും ഒന്നും സംസാരിച്ചില്ല. പക്ഷേ സമ്മതഭാവത്തിൽ ഞങ്ങളെല്ലാവരും തലയാട്ടി. അവൾ തുടർന്നു. അങ്ങ് എനിക്ക് വേണ്ടി അന്ത്യകുർബാന ചൊല്ലണം. പെട്ടെന്ന് ജൊനാഥൻ അറിയാതെ ദീനരോദനം പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മാറ തണച്ചുകൊണ്ട് അവൾ തുടർന്നു.
ഒരു ദിവസം അങ്ങത് ചൊല്ലേണ്ടി വരുമെന്ന് തീർച്ചയാണല്ലോ. ഇപ്പോൾ തന്നെ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതൊരു മധുരസ്മരണയായി നിലനിൽക്കും. മേലാൽ എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അതെൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നത് അങ്ങയുടെ ശബ്ദത്തിലായിരിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഓമനെ, ജൊനാഥൻ വേദനയൂർന്ന സ്വരത്തിൽ പറഞ്ഞു. ഹോ, നീ ഇപ്പോഴൊന്നും മരിക്കുകയില്ല. അത് ശരിയല്ല. കൈ ഉയർത്തിക്കൊണ്ടവൾ തുടർന്നു. മരണം വളരെ അരികിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹോ എൻ്റെ ദേവി, ഇത് ഞാൻ തന്നെ വായിക്കണോ? അവിടുന്ന് വായിക്കുകയാണെങ്കിൽ അതെനിക്ക് ആശ്വാസമരുള്ളൂ. അത്രമാത്രമേ അവൾ പറഞ്ഞുള്ളൂ. അവൾ ബൈബിൾ എടുത്തുകൊണ്ടുവന്നു. ജൊനാഥൻ കണ്ണുനീരിലൂടെ വായിക്കാൻ തുടങ്ങി. ആ രംഗം വിവരണാതീതമായിരുന്നു. മുട്ടുകുത്തി നിൽക്കുന്ന ഞങ്ങളുടെ നടുവിലായി താങ്ങാനാവാത്ത ദുഃഖഭാരത്തിൽ ഹൃദയം തകർന്ന ആ പെൺകിടാവ് നിന്നു. വിറയ്ക്കുകയും പതറുകയും ചെയ്യുന്ന വാക്കുകളിലൂടെ കണ്ണുനീരിൽ കുതിർന്ന മരണശയ്യക്കരികെ നിന്ന് വായിക്കപ്പെടേണ്ട ആ വരികൾ അവളുടെ ഭർത്താവ് മെല്ലെ നിർത്തി നിർത്തി വായിച്ചു. വേദനാത്മകമായ ഭീകരത. ഹോ, വയ്യ, എനിക്കെൻ്റെ കൈകൾ പതറുന്നു. ജൊനാഥൻ്റെ ഡയറി. വാർണ, ഒക്ടോബർ 15. രാവും പകലും നിലയ്ക്കാതെ വിശ്രമിക്കാതെ യാത്ര ചെയ്ത് 5 മണിയോടെ ഞങ്ങൾ ഇവിടെ എത്തി. ആർതർ തനിക്ക് വല്ല കമ്പി സന്ദേശം വന്ന് കിടക്കുന്നുണ്ടോ എന്നന്വേഷിക്കാൻ പോയി. ഞങ്ങൾ ഹോട്ടലിലെത്തി. യാത്രയിലെ സംഭവങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ കപ്പൽ തുറമുഖത്തെത്തിച്ചേരുന്നതുവരെ എനിക്ക് ഈ ലോകത്തിൽ യാതൊന്നിലും ഒരു താല്പര്യവുമില്ല. മീനയ്ക്ക് അസുഖമൊന്നുമില്ല. മാത്രമല്ല കുറെ കൂടി ആരോഗ്യവതിയായിട്ടുമുണ്ട്. ഇപ്പോൾ അവൾ നന്നായി ഉറങ്ങുന്നു. യാത്രാസമയം ഏതാണ്ട് മുഴുവനും അവൾ ഉറക്കം തന്നെയായിരുന്നു. പക്ഷേ ഉദയാസ്തമയ വേളകളിൽ അവൾ ഉണർന്നിരിക്കും. ആ സമയങ്ങളിൽ വാൻ ഹെൽസിംഗ് അവളിൽ നിത്യേന ഹിപ്നോട്ടിസം പ്രയോഗിക്കും. ആദ്യം അവൾ പരിപൂർണമായും മയങ്ങാൻ വളരെയധികം വിഷമമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശീലമായതുപോലെ എളുപ്പത്തിൽ വഴങ്ങുവാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹം ചോദിക്കാറുള്ളൂ. ആദ്യത്തേതിന് അവൾ മറുപടി പറയും. ഒന്നും കാണാൻ കഴിയുന്നില്ല, എങ്ങും അന്ധകാരമയമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് വ്യക്തമായി കേൾക്കാനുണ്ട്. തിരമാലകൾ കപ്പലിൻ്റെ നേരെ ചീറിയടിക്കുന്നു. വെള്ളം ശക്തിയിൽ പിന്നോട്ട് കുതിക്കുന്നു. കപ്പൽ പായയും പാമരവും കെട്ടിയ കയറുകളും കിരികിരിക്കുന്നു എന്ന്. കപ്പൽ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണെന്നത് സ്പഷ്ടമായിരുന്നു. അത് വാർണയിലേക്ക് കുതികൊള്ളുകയാണ്. ആർതർ തിരിച്ചു വന്നു. അദ്ദേഹത്തിന് 4 കമ്പികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോന്ന ശേഷം ദിവസം തോറും ഓരോന്ന്. ആ കപ്പലിൻ്റെ ഉടമസ്ഥന്മാരുടെ കമ്പനിയിൽ നിന്നാണ്. കപ്പലിനെ പറ്റി ഒരു വിവരവും ഇല്ലത്രേ. ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പായി കമ്പനിക്കാരെ കണ്ട് കപ്പലിൻ്റെ വിവരത്തെപ്പറ്റി നിത്യേന തനിക്ക് കമ്പിയടിക്കണമെന്ന് ആർതർ ചട്ടം കെട്ടിയിരുന്നു. ഞങ്ങൾ അത്താഴം കഴിച്ച് നേരത്തെ കിടന്നു. നാളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കപ്പൽ തുറമുഖത്തിലെത്തിയാൽ ഉടനെ തന്നെ അതിൽ കടന്ന് പരിശോധിക്കാനുള്ള അനുമതി നേടണം. പകൽ സമയത്ത് കപ്പലിൽ കടക്കാൻ കഴിയണമെന്നതാണ് പ്രൊഫസറുടെ അഭിപ്രായം. ഒരു കടവാതിലിൻ്റെ രൂപം എടുത്താൽ പോലും ഡ്രാക്കുളയ്ക്ക് അന്യസഹായമില്ലാതെ ഒഴുക്കുള്ള വെള്ളം മുറിച്ചു കടന്ന് കരയ്ക്കണയാൻ കഴിയില്ല. സംശയത്തിന് ഇട കൊടുക്കാതെ മനുഷ്യരൂപം കൈക്കൊള്ളുവാൻ അവൻ ധൈര്യപ്പെടുകയുമില്ല. അതിനാൽ അവൻ പെട്ടിക്കുള്ളിൽ തന്നെ കിടക്കുകയുള്ളൂ. എങ്കിൽ പകൽ സമയത്ത് ഞങ്ങൾക്ക് കപ്പലിൽ കടന്നു ചെല്ലാം. അപ്പോൾ അവൻ ഞങ്ങളുടെ ദയയ്ക്ക് വിധേയനാവും. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പെട്ടി തുറന്ന് അവനെ ശരിപ്പെടുത്താം. ഉദ്യോഗസ്ഥന്മാരുടെയോ കപ്പൽക്കാരുടെയോ അടുത്ത് അധികം വിഷമിക്കേണ്ടി വരികയില്ലെന്ന് കരുതാം. ദൈവം സഹായിച്ചിട്ട് കൈമടക്കുകൊണ്ട് എന്തും നേടാൻ സാധിക്കുന്ന ഒരു രാജ്യമാണിത്. ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണവുമുണ്ട്. ഞങ്ങൾ അറിയാതെ കപ്പൽ രാത്രി സമയത്ത് തുറമുഖത്തണയാതിരിക്കാൻ ശ്രദ്ധിക്കുകയേ വേണ്ടൂ. കൈമടക്കുകൊണ്ട് ഇത് സാധിക്കുകയും ചെയ്യാം. ഒക്ടോബർ 16. മീന ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. തള്ളിയലയ്ക്കുന്ന വെള്ളത്തിൻ്റെയും ആഞ്ഞടിക്കുന്ന കാറ്റിൻ്റെയും ശബ്ദം മാത്രം. ഞങ്ങൾ ഏതായാലും നേരത്തെ എത്തിച്ചേർന്നിരിക്കുന്നു. കപ്പൽ വന്നു ചേർന്ന വിവരം കിട്ടുമ്പോഴേക്ക് തയ്യാറായി നിൽക്കുകയേ വേണ്ടൂ. ഒക്ടോബർ 17. ഇപ്പോൾ പ്രഭു തൻ്റെ യാത്രയും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സ്വീകരിക്കാനായി ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. ആർദ്ര കപ്പൽക്കാരെ കണ്ട് സംസാരിച്ചു. തൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചില സാധനങ്ങൾ കളവ് പോയിട്ടുണ്ടെന്നും അത് ആ കപ്പലിലുള്ള ഒരു പെട്ടിയിലുണ്ടെന്ന് സംശയിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. അങ്ങനെ ആ പെട്ടി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തുറന്നു നോക്കാൻ ഒരർദ്ധസമ്മതം വാങ്ങി വെച്ചിരിക്കുകയാണ്. കപ്പലുടമ ക്യാപ്റ്റൻ ഒരു കത്ത് കൊടുത്തു. അതിൽ കപ്പലിൽ ആർദ്രക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വാർണയിലുള്ള ഏജന്റിന് കൊടുക്കാനായി ഒരു കത്തുമുണ്ട്.
ഞങ്ങൾ ഏജന്റിനെ കണ്ട് സംസാരിച്ചു. തന്നാൽ കഴിയുന്ന എല്ലാ ഒത്താശകളും ചെയ്തു തരാമെന്ന് ഏജന്റ് സമ്മതിച്ചിട്ടുണ്ട്. പെട്ടി തുറന്നാൽ പിന്നെ എന്തു വേണമെന്നതിനെപ്പറ്റി ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. പ്രഭു അതിലുണ്ടെങ്കിൽ പ്രൊഫസറും സെവാർഡും ചേർന്ന് അവൻ്റെ തല ഉടനെ തന്നെ മുറിക്കുകയും ഹൃദയത്തിലൂടെ ഒരു കുന്തം കുത്തിയിറക്കുകയും ചെയ്യുക. ഞാനും ആർതറും ക്വിൻസിയും കൂടി ആയുധധാരികളായി കാവൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ദേഹം താമസിയാതെ തന്നെ ധൂളികളായി തീരുമെന്നാണ് പ്രൊഫസർ പറയുന്നത്. അതുകൊണ്ട് ഒരു കൊലപാതക കുറ്റം ആരോപിക്കുകയാണെങ്കിൽ പോലും തെളിവുകൾ ഉണ്ടാവില്ല. കപ്പൽ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പ്രസ്തുത കപ്പൽ വരുന്നത് കണ്ടാൽ ഉടനെ തന്നെ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുമുണ്ട്. ഒക്ടോബർ 24. ഒരാഴ്ച മുഴുവനും കാത്തിരുന്നു. ആർതർക്ക് ദിവസം തോറും കമ്പി കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരേ പല്ലവി മാത്രം: ഇനിയും ഒരു വിവരവുമില്ല. മീനയുടെ റിപ്പോർട്ടുകൾക്കും യാതൊരു മാറ്റവുമില്ല. ഒക്ടോബർ 24 തീയതിയിലെ കമ്പി: നമ്മുടെ കപ്പൽ ഇന്ന് കാലത്ത് ദാർദനെൽസിൽ എത്തിയിരിക്കുന്നു. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി, ഒക്ടോബർ 25. ഇന്നലെ ആർതർക്ക് ആ കമ്പി കിട്ടിയപ്പോൾ ഞങ്ങൾ ആകെ അമ്പരന്നുപോയി. മീന മാത്രമാണ് യാതൊരു ഭാവഭേദവും പ്രകടിപ്പിക്കാതിരുന്നത്. പക്ഷേ അതിൽ അത്ഭുതത്തിന് വകയില്ല. കാരണം ഞങ്ങൾ യാതൊരു വിവരവും അവളെ അറിയിച്ചിട്ടില്ല. അവളുടെ അരികെ ആവുമ്പോൾ ഒരു ഭാവവ്യത്യാസവും കാണിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. മുമ്പാണെങ്കിൽ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും അവൾ കണ്ടുപിടിക്കും. പക്ഷേ ഈയിടെയായി അവളിൽ നേരിയ മാറ്റം വന്നിട്ടുണ്ട്. ദേഹസ്ഥിതി കുറെ ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൻ ഹെൽസിങ്ങിനും എനിക്കും അതത്ര തൃപ്തികരമായി തോന്നുന്നില്ല. ഞങ്ങൾ അതിനെപ്പറ്റി പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ടെങ്കിലും മറ്റാരോടും ഒരക്ഷരവും പറയുകയുണ്ടായിട്ടില്ല. ജൊനാഥൻ അറിഞ്ഞാൽ, ഒരു ചെറിയ സംശയമെങ്കിലും ഉണ്ടായാൽ അത് അദ്ദേഹത്തെ ആകെ തകർത്ത് കളയും. ഹിപ്നോട്ടിസം പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രൊഫസർ അവളുടെ പല്ല് സൂക്ഷ്മമായി പരിശോധിക്കാറുണ്ടെന്ന് പറഞ്ഞു. അവ മൂർച്ച കൂടാൻ തുടങ്ങിയിട്ടില്ലത്രേ. ആ സ്ഥിതിക്ക് അപായകരമായ ഒരു മാറ്റവും വരാൻ തുടങ്ങിയിട്ടില്ലെന്നാണ് അനുമാനിക്കേണ്ടത്. ആ മാറ്റം പ്രകടമായി കാണാൻ തുടങ്ങിയെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്താണ് ചെയ്യേണ്ടി വരികയെന്ന് ഞങ്ങൾക്ക് ഇരുപേർക്കും അറിയാം. എങ്കിലും ഇതുവരെയും ഞങ്ങൾ ആ കാര്യം പരസ്പരം പറഞ്ഞിട്ടില്ല. ഏതായാലും ഞങ്ങൾ ഇരുവരും എത്രത്തോളം ഭയാനകമാണെന്നിരുന്നാലും ആ കൃത്യം ചെയ്യാൻ ഒരിക്കലും മടിക്കുകയില്ലെന്ന് തീർച്ചയാണ്. ആ കപ്പൽ ലണ്ടനിൽ നിന്ന് പോന്നിട്ടുള്ള വേഗത്തോടെ തന്നെ യാത്ര തുടരുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ദാർദനെൽസിൽ നിന്ന് ഇവിടെ എത്തും. അപ്പോൾ അത് ഏതാണ്ട് നാളെ പുലരുമ്പോഴേക്കും എത്തിച്ചേരും. പക്ഷേ ഉച്ചയ്ക്ക് മുമ്പേ തുറമുഖത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനാൽ ഞങ്ങൾ നേരത്തെ ഉറങ്ങാൻ കിടന്നു. 1 മണിക്ക് എണീറ്റ് ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഒക്ടോബർ 25. ഉച്ചയ്ക്ക് ഇതുവരെയായിട്ടും കപ്പലിൻ്റെ യാതൊരു വിവരവുമില്ല. ഇന്ന് കാലത്തും മീന ഹിപ്നോട്ടിസത്തിൻ്റെ സമയത്ത് പറഞ്ഞത് പഴയ പല്ലവി തന്നെയായിരുന്നു. അതുകൊണ്ട് ഏത് നിമിഷത്തിലും കപ്പൽ എത്തിച്ചേർന്നതായി വിവരം കിട്ടിയേക്കും. ഞങ്ങളെല്ലാവരും ആവേശം കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജൊനാഥന് മാത്രം യാതൊരു ഭാവവുമില്ല. അദ്ദേഹം തികച്ചും ശാന്തചിത്തനായിരിക്കുന്നു. ഇന്ന് കാലത്ത് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ ഗൂർഖ കടാര തേച്ചു മൂർച്ച കൂട്ടുകയായിരുന്നു. ഈയിടെയായി അദ്ദേഹം അത് കയ്യിൽ നിന്ന് വെക്കാറില്ല. ഇന്ന് മീനയുടെ ഭാവം കണ്ടപ്പോൾ ഞാനും വാൻ ഹെൽസിങ്ങും തെല്ലമ്പരന്നുപോയി. കാലത്ത് മുഴുവനും അവൾ വല്ലാതെ വിമ്മിട്ടപ്പെടുകയായിരുന്നു. അതിനാൽ അവൾ ഉറക്കമാണെന്ന് കേട്ടപ്പോൾ ആദ്യം സമാധാനമാണ് തോന്നിയത്. പക്ഷേ അവൾ വിളിച്ചുണർത്താൻ കഴിയാത്ത വിധത്തിൽ ഗാഢമായി ഉറങ്ങുകയാണെന്ന് ജൊനാഥൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിൽ അസുഖം തോന്നി. അവളെ കാണാനായി ഞങ്ങൾ മുറിയിലേക്ക് ചെന്നു. അവൾ സുഖസുഷുപ്തിയിലാണ്. ക്രമമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ അവസരത്തിൽ ഉറങ്ങുന്നത് തന്നെയാണ് ഉത്തമമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കുറെ കഴിഞ്ഞ് ഞങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. ഉറക്കമുണർന്നപ്പോൾ അവൾ മുമ്പത്തേതിലും ഉന്മേഷവതിയായി കാണപ്പെട്ടു. സന്ധ്യയ്ക്ക് പതിവ് പോലെ തന്നെ പ്രഭുവിൻ്റെ യാത്രയെപ്പറ്റി അവൾ റിപ്പോർട്ട് ചെയ്തു. കരിങ്കടലിൽ എവിടെയാണെന്നിരിക്കലും പ്രഭു തൻ്റെ സങ്കേതത്തിലേക്ക് കുതികൊള്ളുകയാണെന്നത് തീർച്ചയാണ്. ഒക്ടോബർ 26. കപ്പലിനെപ്പറ്റി യാതൊരു വിവരവുമില്ലാതെ ഒരു ദിവസം കൂടി കഴിഞ്ഞു. ഇതിനകം തന്നെ ഇവിടെ എത്തേണ്ടിയിരുന്നതാണ്. ഇപ്പോഴും അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മീനയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എവിടേക്ക്? ഒരുപക്ഷെ മൂടൽമഞ്ഞിൽപ്പെട്ട് ചിലപ്പോൾ അനങ്ങാൻ കഴിയാതെ വന്നിരിക്കാം. ഇന്ന് കാലത്ത് തുറമുഖത്ത് വന്ന ചില കപ്പൽക്കാർ പറയുകയുണ്ടായി, ഈയിടെയായി കോടമഞ്ഞ് ധാരാളം ഉണ്ടത്രേ. ഏതായാലും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കപ്പൽ ഏത് നിമിഷത്തിലും എത്തിച്ചേരാം. ഒക്ടോബർ 27. മധ്യാഹ്നം. ഇത് ഏറ്റവും വിചിത്രമായിരിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്ന കപ്പലിനെ പറ്റി മാത്രം യാതൊരു വിവരവുമില്ല. ഇന്ന് കാലത്തും മീന പഴയ പല്ലവി തന്നെയാണ് ആവർത്തിച്ചത്.
പക്ഷേ അവൾ ഇത്രയും കൂടി പറഞ്ഞു: തിര വളരെ മെല്ലെ മെല്ലെയേ അടിക്കുന്നുള്ളൂ. കപ്പൽ കമ്പനിയിൽ നിന്നുള്ള കമ്പിക്കും യാതൊരു മാറ്റവുമില്ല. വാൻ ഹെൽസിംഗ് വളരെയധികം പരിഭ്രമിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് കാലത്ത് പറയുകയും ചെയ്തു: പ്രഭു നമ്മളിൽ നിന്ന് രക്ഷപ്പെടുകയാണോ? മീനയുടെ ഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല. സംഭാഷണം മുഴുമിപ്പിക്കുന്നതിന് മുമ്പായി ജൊനാഥൻ മുറിയിലേക്ക് കടന്നു വന്നു. ഇന്ന് വൈകുന്നേരം ഏതായാലും മീന എന്തു പറയുമെന്ന് നോക്കട്ടെ. ഒക്ടോബർ 28 കപ്പൽ കമ്പനിയുടെ കമ്പി. പ്രസ്തുത കപ്പൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാലാറ്റ്സിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി, ഒക്ടോബർ 28. ആ കമ്പി ഞങ്ങൾക്കേവർക്കും തന്നെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു അടിയായി. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇത് തികച്ചും ആശ്ചര്യകരമായിരിക്കുന്നു. വാൻ ഹെൽസിംഗ് കൈകൾ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചു. അദ്ദേഹം സർവശക്തനോട് എന്തോ പ്രാർത്ഥിക്കുന്നത് പോലെ തോന്നി. ആർതർ ആകെ വിളറിപ്പോയി. എനിക്കെൻ്റെ കൈകാലുകൾ അനക്കാൻ കഴിയാതായതുപോലെ തോന്നി. ക്വിൻസി സ്വതസിദ്ധമായ ശൈലിയിൽ ബെൽറ്റ് മുറുക്കിയിടാൻ തുടങ്ങിയിരിക്കുന്നു. മീന ശവം പോലെ വിളറി. അവൾ കൈകൾ കൂപ്പി മേലോട്ട് നോക്കി എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ നെറ്റിത്തരത്തിലെ കല തീക്കനൽ പോലെ ജ്വലിക്കുന്നതായി തോന്നി. ജൊനാഥൻ മന്ദഹസിച്ചു. നിരാശയിലാണ്ട ഒരുവൻ്റെ ചുണ്ടുകളിൽ മാത്രം വിരിയുന്ന ഒരു മന്ദഹാസം. പക്ഷേ അപ്പോഴും ആ കൈകൾ തൻ്റെ കഠാരപ്പിടിയിൽ വിശ്രമിക്കുകയായിരുന്നു. ഗാലാറ്റ്സിലേക്കുള്ള അടുത്ത വണ്ടി എത്ര മണിക്കാണ്? വാൻ ഹെൽസിംഗ് ആരോടെന്നില്ലാതെ ചോദിച്ചു. നാളെ കാലത്ത് 5:30. മീനയാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾ വിസ്മയിച്ചുപോയി. ഓഹ്, ഞാനൊരു തീവണ്ടി ഭ്രാന്തിയാണ്. എക്സെറ്ററിലായിരുന്നപ്പോൾ ജൊനാഥന് ഉപകാരമായേക്കുമെന്ന് കരുതി ഞാൻ എല്ലാ തീവണ്ടി സമയങ്ങളും മനസ്സിലാക്കി വെക്കാറുണ്ടായിരുന്നു. അത് വളരെ ഉപയോഗപ്രദമായി ഞാൻ കണ്ടു. അതിനാൽ തന്നെ ഈയിടെയായി ഞാൻ എല്ലാ തീവണ്ടി സമയവും മനസ്സിലാക്കി വെക്കാറുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഡ്രാക്കുള കോട്ടയിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടതും ഗാലാറ്റ്സിലൂടെയോ ബുക്കാറസ്റ്റിലൂടെയോ ആണല്ലോ. അതിനാൽ ആ വഴിക്കുള്ള തീവണ്ടി സമയങ്ങൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഒന്നും പഠിക്കാനില്ല. ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ. അത് കാലത്താണ് താനും. ഹോഹ്, വല്ലാത്തൊരു പെൺകുട്ടി. പ്രൊഫസർ പിറുപിറുത്തു. നമുക്ക് ഒരു സ്പെഷ്യൽ വണ്ടി കിട്ടുകയില്ലേ? ആർതർ ചോദിച്ചു. വാൻ ഹെൽസിംഗ് തലകുലുക്കി. എനിക്ക് സംശയം തന്നെയില്ല. മാത്രമല്ല, നമുക്ക് ചില ഒരുക്കങ്ങൾ കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നല്ല പോലെ ചിന്തിച്ചേ പ്രവർത്തിക്കാനൊക്കൂ. ആർതർ പോയി നമുക്ക് യാത്രയ്ക്ക് വേണ്ട ടിക്കറ്റുകൾ വാങ്ങി വരൂ. ജൊനാഥൻ കപ്പൽ ഏജന്റിനെ കണ്ട് ഗാലറ്റ്സിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ കത്തുകൾ വാങ്ങി വരൂ. ഇവിടെ നിന്ന് കത്ത് കിട്ടിയാൽ അവിടെ ചെന്നാൽ കപ്പൽ പരിശോധിക്കാനും മറ്റും അനുമതി വാങ്ങാൻ വിഷമമുണ്ടാവില്ല. ക്വിൻസി തുറമുഖത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് വേണ്ടപ്പെട്ട ഒത്താശകൾ ചെയ്യാൻ ആവശ്യപ്പെടുക. സെവാർഡും ഞാനും മീനയും കൂടി കുറെ സംസാരിക്കട്ടെ. മീന ഉത്സാഹഭരിതയായി പ്രസരിപ്പോടെ പറഞ്ഞു. ഞാനും എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യം ചെയ്യാൻ ശ്രമിക്കാം. മുമ്പത്തെ പോലെ റിക്കാർഡുകളൊക്കെ ഞാൻ എഴുതി തയ്യാറാക്കാം. അവ്യക്തമായ എന്തോ ഒരു ദുർബാധ എന്നിൽ നിന്ന് അകന്നകന്നു പോവുകയാണെന്ന് തോന്നുന്നു. അവളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ ആ 3 യുവാക്കളുടെയും മുഖം തെളിഞ്ഞു. പക്ഷേ ഞാനും പ്രൊഫസറും ഉൾക്കമ്പത്തോടെ പരസ്പരം നോക്കി. എങ്കിലും ആ സമയത്ത് ഞങ്ങൾ യാതൊന്നും പറഞ്ഞില്ല. മറ്റു 3 പേരും താന്താങ്ങളുടെ ജോലിക്കായി പോയി. ഞാനും പ്രൊഫസറും മീനയും തനിച്ചായി. പ്രൊഫസർ മീനയോട് എല്ലാ ഡയറി കുറിപ്പുകളും പരിശോധിച്ച് ജൊനാഥൻ്റെ ഡ്രാക്കുള കോട്ടയിലെ ഡയറി കുറിപ്പുകൾ എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവൾ അതെടുക്കാനായി പുറത്തേക്ക് പോയി. പ്രൊഫസർ ഉടനെ വാതിലടച്ചു. പ്രൊഫസർ, ഞാൻ ഉദ്വേഗത്തോടെ വിളിച്ചു. പറയൂ. ചില വ്യതിയാനങ്ങൾ പ്രകടമായി കാണുന്നു. ശരിയാണ്. ഞാൻ എന്തിനാണ് ആ ഡയറി കുറിപ്പുകൾ എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇല്ല. ഒരുപക്ഷെ നാം തനിച്ചായി കിട്ടാനാവും. ശരിയാണ് സെവാർഡ്, പക്ഷേ ഭാഗികമായി മാത്രം. ഓഹ് എൻ്റെ സുഹൃത്തെ, ഞാൻ ഒരു വലിയ അപകടമാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് ശരിയാണ്. മീന ആ വാക്കുകൾ ഉച്ചരിച്ച നിമിഷത്തിൽ എനിക്കെൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നതായി തോന്നി. 3 ദിവസത്തിന് മുമ്പ് മീന വളരെയധികം അസ്വസ്ഥയാവുകയും അതിനുശേഷം ദീർഘനേരം ബോധമറ്റ് കിടന്നുറങ്ങുകയും ചെയ്തില്ലേ? അന്ന് പ്രഭു തൻ്റെ പ്രേതത്തിനെ അവളുടെ മനോവ്യാപാരങ്ങൾ അറിയാൻ വേണ്ടി അയച്ചു. അല്ലെങ്കിൽ കപ്പലിൽ പെട്ടിക്കുള്ളിൽ താൻ കിടക്കുന്നിടത്തേക്ക് അവളെ ആവാഹിച്ചു. അങ്ങനെ നാം ഇവിടെ എത്തിയിട്ടുള്ള വിവരം അറിയുകയും ചെയ്തു. ഇപ്പോൾ അവൻ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇനി അവന് ഇവളെ ആവശ്യമില്ല. കാര്യങ്ങൾ വകതിരിച്ചറിയാനുള്ള അവൻ്റെ കഴിവ് അത്ഭുതകരമാണ്.
താൻ വിളിക്കുമ്പോൾ എവിടെയായാലും അവൾ വരാതിരിക്കുകയില്ലെന്ന് അവനറിയാം. പക്ഷേ ഇപ്പോൾ അവൻ അവളുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. തൻ്റെ ശക്തിയുടെ വലയത്തിൽ നിന്നും അവളെ പുറത്താക്കാൻ അവന് കഴിയും. അപ്പോൾ അവൻ്റെ ഗതിവിഗതികൾ അവൾക്കറിയാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങനെയായാൽ അവളിലൂടെ കാര്യങ്ങൾ നമുക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. പക്ഷേ അതാ മീന വന്നു കഴിഞ്ഞു. ഇതിനെപ്പറ്റി ഒന്നും തന്നെ അവളോട് പറയണ്ട. ഇതൊന്നും അവൾക്കറിയില്ല.